നീതിമാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇങ്ങനെയാ ചോദിക്കുക: എപ്പോഴാണ് കർത്താവേ ഞാൻ നിനക്ക് ഭക്ഷണം നൽകിയത്? എപ്പോഴാണ് ഞാൻ നിനക്ക് കുടിക്കാൻ നൽകിയത്? എനിക്ക് ഓർമ്മയില്ല. ആ ചോദ്യത്തിന് ഒരു നിഷ്കളങ്കതയുണ്ട്. ഇങ്ങനെ നമുക്കും ചോദിക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് മാറണം നന്മ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നു, അറിയാതെ തന്നെ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നു. മറ്റുള്ളവൻ്റെ വേദന കാണുമ്പോൾ അവന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഓർത്തു വയ്ക്കുന്നില്ല. അതിനുവേണ്ടി ഒരു പ്രത്യുപകാരം ആഗ്രഹിക്കാതെ ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ദൈവത്തോട് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും: എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എപ്പോഴത് കൊടുത്തു പോയതെന്ന്. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നീതിമാൻ അങ്ങനെയാ ചോദിക്കുന്നു, പറഞ്ഞ് ഇത് എപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ നമ്മൾക്കൊക്കെ ഓർമ്മയുണ്ട്, കണക്കുണ്ട് കൃത്യമായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മൊബൈലിൽ സ്റ്റാറ്റസ് ഇടാനും അതുപോലെ എഴുതി വയ്ക്കാൻ നമുക്ക് മനസ്സുണ്ട്. എന്നാൽ നീതിമാൻ, ദൈവസന്നിധിയിലുള്ള നീതിമാൻ പറയുന്നു: നിങ്ങൾ കൊടുക്കുന്നതിനൊന്നും നിങ്ങൾക്ക് കണക്കുകളും ഉണ്ടാകില്ല. കാരണം അത് ജീവിതത്തിന്റെ ഭാഗമായവർക്ക് എങ്ങനെ ഓർത്തു വെക്കുക? കാരണം എല്ലാ ദിവസവും അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരോ കാര്യങ്ങള് എല്ലാവർക്കും, തൻ്റെ മുമ്പിൽ കരഞ്ഞു വരുന്നവർക്ക്, വേദനിച്ച് വരുന്നവർക്ക്, ആശ്വാസം തേടി വരുന്നവർക്ക്, അതുപോലെ ഉപകാരം ആവശ്യമുള്ളവർക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, അതുപോലെ രോഗികളായിട്ടുള്ളവർക്ക് എല്ലാം അവൻ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടോ നന്മ? അങ്ങനെ നന്മ ചെയ്യുന്ന വ്യക്തിയാകുമ്പോൾ നീ നീതിമാനായി എണ്ണപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ.